ലൈക്ക് നമ്മളെല്ലാവരും ഒരേ ഭൂമി ജീവിക്കുന്നവരാ. അപ്പൊ ഇത്രയും അറിവുകൾ കിട്ടാനായിട്ട് ഒരുപാട് വായിക്കുന്നത് കൊണ്ടാണ്. വലിക്കും. രണ്ട് വ്യക്തികൾ നമ്മളൊരു അവര് ഒന്നിക്കുമ്പോഴാണല്ലോ അതുപോലെ നമ്മൾ എടുക്കുന്ന തീരുമാനമാണോ? അല്ലേ? അല്ലേ? അതെ. എങ്ങനെ താനുണ്ടാവാൻ വേണ്ടി അച്ഛനും അമ്മയും എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്നാണല്ലോ താൻ ഉണ്ടാവുന്നത്? തന്റെ തീരുമാനത്തിലാണോ? അല്ല, നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് അനുഭവിച്ചിട്ടുണ്ട്. എപ്പോഴാ? അത് ചില സമയങ്ങളില് നമുക്ക് ബോധത്തിൽ സംഭവിക്കണതല്ല, ബോധത്തിൽ സംഭവിക്കുന്നത്. സ്ലീപ്പിംഗ് പാരലിസിനെ കണ്ണ് തുറന്നിട്ടല്ല കാണുന്നത്, പക്ഷെ അത് കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കുമ്പോൾ അതേ സെയിം വിഷ്വലാ. അപ്പൊ കണ്ണുകൊണ്ടല്ല കാണുന്നതെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് there is a third eye. 2023 എടുത്ത ഏറ്റവും മോശം തീരുമാനം ഇത് ചോദിക്കാന്നുള്ളതായിരുന്നു. 2023 കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നു? 2024. 2023 ഏറ്റവും വലിയ നഷ്ടം? 2022. എനിക്ക് കരച്ചിൽ വരുന്നു. അപ്പൊ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോയാലോ? അബൌട്ട് 2023 എന്നാണ് സെഗ്മെന്റിന്റെ പേര്. രണ്ടാൾ ആൻസർ ചെയ്യണേ. 2023 ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം. ലേഡീസ് ഫസ്റ്റ് പറഞ്ഞു. 23-ലോ? ഹെയർ കട്ട്. ഷൈൻ ചേട്ടനോ? 2023 ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്തായിരുന്നു? ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം എടുത്തിട്ടൊന്നും നല്ലത് ഇങ്ങനെ സംഭവിക്കുന്നത്. 2023 എടുത്ത തീരുമാനം. 2023 എടുത്ത ഒരു നല്ല തീരുമാനം. അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാറൊന്നുമില്ല. ഒന്നും എടുത്തിട്ടില്ല. നമ്മൾക്ക് അതിനുള്ള ഒരു അവകാശമില്ല തീരുമാനങ്ങൾ എടുക്കാൻ. നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. തീരുമാനിക്കുന്നതൊക്കെ വേറെ ആൾക്കാരല്ലേ. നമ്മുടെ ലൈഫിലെ കാര്യങ്ങളോ? രണ്ട് വ്യക്തികൾ നമ്മളൊരു അവര് ഒന്നിക്കുമ്പോഴാണല്ലോ അതുപോലെ നമ്മൾ എടുക്കുന്ന തീരുമാനമാണോ? അല്ലേ? അല്ലേ? അതെ. എങ്ങനെ താനുണ്ടാവാൻ വേണ്ടി അച്ഛനും അമ്മയും എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്നാണല്ലോ താൻ ഉണ്ടാവുന്നത്? തന്റെ തീരുമാനത്തിലാണോ? അല്ല. അതില് പോലും തനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. എന്താ എനിക്ക് എന്നാ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും അവരുടെ മോളായിട്ട് ജനിക്കണം അങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പൊ തീരുമാനം എടുക്കാതെ നിങ്ങൾ ജനിക്കണത്. ജനിക്കണേക്കാളും വലിയ തീരുമാനം എന്താ? പിന്നെ ഇപ്പൊ മരിക്കുന്നത് നമ്മൾ തീരുമാനം എടുത്തിട്ടാണ് നാളെ ഉച്ചയ്ക്ക് ഇപ്പൊ 2:30 മരിക്കണം എന്ന് തീരുമാനിക്കുമോ? ഇല്ല. ഇല്ല. ഈ രണ്ട് തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കഴിഞ്ഞാൽ അവസ്ഥ അറിയില്ലേ? അനേകം കാലങ്ങൾ ആത്മാവ് ശാന്തി കിട്ടാതെ അലയും. എവിടെ? ആത്മാവുള്ള സ്ഥലത്ത്. ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ല. ആത്മാവിൽ വിശ്വസിക്കാതെ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ച്? നിങ്ങളൊരു ബീജമായിട്ട് ഭൂമിയിലേക്ക് വരും വയറ്റില്, അല്ലേ? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന അവയവങ്ങളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നു, അല്ലേ? അതിനുശേഷമാണല്ലോ ഈ ശരീരം ആവുന്നതും നമുക്ക് ചിന്തകൾ നമ്മൾക്ക് വ്യക്തമാവുന്നതും കാഴ്ച വ്യക്തമാവുന്നതും അതിലൂടെ ചിന്തകൾ ഉണ്ടാവുന്നതും താനാണെന്നും മനസ്സിലാക്കുന്നതും തൻ്റെതെന്ന് താനെല്ലാം സ്വന്തമാക്കുന്നതും. അവസാനം ഇത് വിട്ടു പോകുമ്പോഴും അങ്ങനത്തെ സാധനം ഉണ്ടാവില്ലേ? ഒരു കർച്ചീഫ് പോകുമ്പോഴുള്ള വേദന എന്താ നമുക്ക്? അപ്പൊ നമ്മുടെ ബോഡി വിട്ടിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ആത്മാവ് ശക്തമായില്ലേ? ബോധം കൊണ്ട്. അതിനു മുന്നേ ബോധമില്ല. ഈ അവയവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ മെമ്മറിയൊക്കെ ഉണ്ടാക്കി നമ്മളെന്നുള്ളൊരു ബോധം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കോൺഷ്യസ്നെസ്. നമുക്ക് വ്യക്തമായി ഇപ്പൊ കോൺഷ്യസ്നെസ്. എന്നിട്ട് ഈ ശരീരം പോകില്ല ഒരിക്കൽ. അപ്പൊ ഈ കോൺഷ്യസ്നെസ് അവിടെ തന്നെ ഇല്ലേ? അത് അനുഭവിക്കുന്ന വേദന അനുഭവിച്ചു എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമ്മൾ വേദന അനുഭവിക്കുന്ന ഏതെങ്കിലും അവയവങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ പെയിൻ എന്ന് പറയണത്? അപ്പൊ അത് ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് അവിടെ തന്നെ നിലനിൽക്കുമല്ലോ, അത് മരിക്കുന്നില്ലല്ലോ. അത് വീണ്ടും റിയലൈസ് ചെയ്യുക, ഈ പറയുന്ന ഭൂമിയും അല്ലെങ്കിൽ ശരീരവും ഈ ആളുകളും ഒന്നും നിനക്കില്ല, ഈ ആത്മാവ് മാത്രമാണ് ഉള്ളതെന്ന്. അപ്പൊ ഒരു ഏകാന്തത അനുഭവിക്കും. ആ സമയത്ത് അത് തൻ്റെ ഇഷ്ടത്തോടു കൂടിയാണ് താൻ അത് ബലി കൊടുക്കേണ്ടി വന്നതെങ്കിൽ താൻ അതിനെപ്പറ്റി കുറ്റബോധത്തിൽ നീറി അനേക കാലം ജീവിക്കേണ്ടി വരും. വീണ്ടും ഒരു ശരീരമായി വേറെ രണ്ടുപേരെടുക്കുന്ന തീരുമാനത്തിലൂടെ ഭൂമിയിൽ വന്നിട്ട് വേണം അതിനെ ക്ലിയർ ചെയ്ത് വരാൻ. അപ്പൊ കാലചക്രം വീണ്ടും കറങ്ങി വരണം, വീണ്ടും ഈ പറഞ്ഞ സംഭവമൊക്കെ. എനിക്ക് കരച്ചിൽ വരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യരുതെന്ന് ബൈബിളിൽ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നാശം അതൊരു തോട്ടാണ്. അത് ചില പ്രശ്നമുള്ള ആളുകൾക്ക് സംഭവിക്കാം. അത് പക്ഷെ ഭയങ്കര നീറ്റിലാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ലേ? നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതുണ്ടായവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവൻ നമ്മൾ മരിച്ചു പോയി എന്ന് തോന്നുന്ന സെക്കൻഡ്സ് ഉണ്ടല്ലോ. ഏതെങ്കിലും
ആ സെക്കൻഡ്സിൽ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കും. മരിക്കില്ല, പക്ഷെ അതിന്റെ അടുത്തെത്തുള്ളൂ. ആ സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കുറ്റബോധം ഉണ്ടാവും നമുക്ക്. നമ്മൾ ഭൂമി, അയ്യോ ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്ക് ആരാണുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് ആരുള്ളത്, അയ്യോ ഞാനെന്തിന്. അപ്പൊ അത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തിനു ചെയ്തു എന്ന് പറയുന്ന ഒരു നിത്യമായ അശാന്തിയിലേക്ക് പോകും. പിന്നെ അശാന്തിയിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ വീണ്ടും അവതരിക്കണ്ടേ ഭൂമിയില്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ അപ്പൊ അവതരിച്ചത്. അല്ലാതെ പിന്നെ പശി വരുന്ന പോലെ ഒന്നല്ലല്ലോ, പേനയുടെ ട്യൂബിനുള്ളിൽ മഷി വരുന്ന പോലെ ഒന്നല്ലല്ലോ. നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് അനുഭവിച്ചിട്ടുണ്ട്. എപ്പോഴാ? അത് ചില സമയങ്ങളിൽ നമുക്ക് ബോധത്തിൽ സംഭവിക്കണതല്ല, അബോധത്തിൽ സംഭവിക്കുന്നത്. ഈ വിഷമൊക്കെ ഉള്ളില് അല്ലെങ്കിൽ പോയ്സൺസ് ഇല്ലേ, പോയ്സൺ ഫുഡ്സ്, അതൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും. പിന്നെ അനസ്തേഷ്യയുടെ സമയങ്ങളിലൊക്കെ സംഭവിക്കാറ്, ഓപ്പറേഷൻ സമയങ്ങളിലേ. എനിക്ക് തല ചുറ്റുന്ന പോലെ അതുകൊണ്ടാണ് അനസ്തേഷ്യയുടെ അളവിൽ ഇത്തിരി കൂടുതലോ വന്നു കഴിഞ്ഞാൽ ആളുകൾ മരിച്ചു പോകും. അപ്പൊ അത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അല്ലേ. അതാണ്. അപ്പൊ ശരിക്കും ബോഡി ഇല്ലാതെ നമ്മൾക്ക് തിങ്ക് ചെയ്യാനും നമ്മൾ കാണാനും തുടങ്ങും. ചില ഈ സ്ലീപ്പിംഗ് പാരാലിസിസ് വരുമ്പോ നമ്മള് വിഷ്വലി കാണുന്നില്ലേ, അത് കണ്ണു വെച്ചിട്ടാണ്. കേട്ടിട്ടുണ്ട് അങ്ങനെ സ്ലീപ്പിംഗ് പാരലിസിനെ. കണ്ണ് തുറന്നിട്ടല്ല കാണുന്നത്, പക്ഷെ അത് കഴിഞ്ഞിട്ട് കണ്ണു തുറക്കുമ്പോൾ അതേ സെയിം വിഷ്വലാ. അപ്പൊ കണ്ണുകൊണ്ടല്ല കാണുന്നത്, മനസ്സിലായി. ദാറ്റ് ഈസ് ദേർ ഈസ് എ തേർഡ് ഐ, ആസ്ട്രൽ പ്രൊജക്ഷൻ. അതെ. അപ്പൊ ഷൈൻ ചേട്ടൻ പുനർജന്മത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? പുനർജന്മത്തിൽ ഞാൻ തന്നെ വിശ്വസിക്കണത്. ജന്മത്തിൽ വിശ്വസിച്ചാൽ മതില്ലേ. നേരത്തെ പറഞ്ഞില്ലേ, പുനർജനിക്കുന്ന സമയത്ത് നമുക്ക് പുതിയതായിട്ട് ജനിക്കുന്നതായിട്ട് തോന്നുള്ളൂ, മനസ്സിലായ. എത്ര ജനിച്ചാലും ഇപ്പൊ നമ്മൾ ആദ്യം മനുഷ്യൻ നമ്മൾ തന്നെ, ഇപ്പൊ ജനിച്ചിരിക്കുന്ന മനുഷ്യൻ നമ്മൾ തന്നെ, മനസ്സിലായ. നമ്മൾക്ക് അതൊരിക്കലും പുനർജന്മമായിട്ട് തോന്നില്ല, പക്ഷെ തേജാവു സംഭവിക്കും. ഇതിനു മുമ്പ് കഴിഞ്ഞ പോലെ തോന്നും. കഴിഞ്ഞതാണല്ലോ, ഞാൻ കടന്നു പോയതാണല്ലോ, അങ്ങനെ ഒരുപാട് സമയം സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കണം അറിയില്ല. എപ്പോഴും കടന്നു പോകാൻ ചാൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഓർമ്മയില്ല അങ്ങനെ. പക്ഷെ ചില സമയങ്ങളിൽ എല്ലാം കൂടി ഒത്തുവരുന്ന സമയത്ത് ഓർമ്മ വരും. അപ്പൊ ഇതൊക്കെ എപ്പോഴെങ്കിലും കഴിഞ്ഞു പോയതായിരിക്കും, അങ്ങനെ വിചാരിക്കുന്നു. ഈ നമ്മൾ പറയുന്നതെല്ലാം ആവാം, ആവാതിരിക്കാം എന്നുള്ള പറയാം. ഭൂമി ഉരുണ്ടതാണെന്ന് തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതെ. ഇത്ര അറിവുകളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ഒരുപാട് വായിക്കുവോ ഭൂമിന്ന്? ലൈക്ക് നമ്മളെല്ലാവരും ഒരേ ഭൂമി ജീവിക്കുന്നവരാ, അപ്പൊ ഇത്ര അറിവുകൾ കിട്ടാനായിട്ട് ഒരുപാട് വായിക്കുന്നത് കൊണ്ടാണ്. വലിക്കും, പുസ്തകങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കും ലൈബ്രറിയിൽ. എന്നിട്ട് നമുക്ക് 3 രീതിയിലാണ് അറിവുകൾ കിട്ടുക. ഒന്ന് വായിച്ചു വളരാം, ഒന്ന് കേട്ട് വളരാം, ഒന്ന് അനുഭവിച്ചു വളരാം. അപ്പോ ഈ അനുഭവിച്ചു വളരുന്നവര് പറയുന്നത് കേട്ട് എഴുതുന്നതാണ് പുസ്തകങ്ങൾ, അല്ലേ? അപ്പൊ ഈ പുസ്തകം എഴുതിയവർക്ക് ഒരിക്കലും പുസ്തകം വായിച്ചിട്ടായിരിക്കില്ല അവര് പുസ്തകം എഴുതിയത്, അല്ല, അനുഭവങ്ങൾ കൊണ്ടിട്ട്. അപ്പൊ ഏറ്റവും നല്ലത് അനുഭവങ്ങളിലൂടെ മനസ്സിലാവുന്നത്, അല്ലേ? അത് പിന്നെ അനുഭവിച്ചവര് പറയുന്നത് കേട്ട് മനസ്സിലാക്കുന്നത്. ഇതിന് രണ്ടിനും ക്ഷമയില്ലാത്തവര് ആരൊക്കെയോ എഴുതി വെച്ചത് വായിച്ച്. ഈ 3 രീതിയിലും നമുക്ക് ആ വഴിക്കല്ല പ്രാധാന്യം, ലക്ഷ്യത്തിനാണെന്ന് കേട്ടിട്ടില്ലേ? അവിടെ ചെല്ലുമ്പോൾ നീ വായിച്ചാണോ ഫസ്റ്റ് ആയത് അല്ലെങ്കിൽ എഴുതിയാണോ ഫസ്റ്റ് ആയത് അത് ചോദിക്കില്ലല്ലോ. എന്ത് അവിടെ എത്തിയത് മാത്രമല്ല നോക്കിയാൽ മതിയില്ലേ നമ്മൾ. ഷൈൻ എഴുതിക്കൂടെ എപ്പോഴെങ്കിലും ഒരു സ്വന്തമായിട്ട്? ഇത്രയും ലൈക്ക് നമുക്കൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാലോ. എന്തിന്? നമുക്ക് ഞാൻ വായിച്ചിട്ടല്ല ഇതൊന്നും എനിക്ക് കിട്ടിയത്. ആരൊക്കെ വായിച്ചത്, അതായത് എൻ്റെ അനിയനോ അനിയത്തിമാരോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ വായിച്ചത് അവർ പറയുമ്പോൾ കിട്ടുന്ന ഓരോ നോളജുകളാണ്. പിന്നെ നമ്മൾ അതിന് ഉള്ളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും എഴുതി വെച്ചു കൊടുത്ത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, അതിന്റെ അപ്പുറത്തേക്കാണ് ചിന്തിച്ചു തുടങ്ങട്ടോ. അയ്യോ, സെഗ്മെന്റ് കഴിഞ്ഞു ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കേട്ടിട്ട് എന്താ തോന്നുന്നത് മെറീന? ഒന്നും തോന്നുന്നില്ല. ഞാൻ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് ഷൈൻ്റെ അടുത്ത്. അപ്പൊ ഷൈൻ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ചില കാര്യങ്ങൾ പറയുന്ന ഷൈൻ്റെ കുറെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഷൈൻ പറയുന്ന കുറെ കാര്യങ്ങൾ ഫാക്ട്സ് ആണ് നമുക്ക് തോന്നാറുണ്ട്. സത്യമാണ്. എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോ ഇത്രയും പറഞ്ഞ ഇൻഫർമേഷൻസ് ഒരുമിച്ചിരുന്ന് കേട്ടാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല, സീരിയസ്ലി ഇല്ല. ബുദ്ധി കൊണ്ടല്ലത് മനസ്സിലാക്കാൻ, പക്ഷെ അറിവ് അറിവ് അതെനിക്കില്ല. അപ്പൊ ഞാൻ എപ്പോഴും ആത്മാവുമായി ബന്ധമില്ലാത്തതാ. അപ്പൊ എന്താ പറയാ അതിന്? നോളജ് ഇല്ല. നമ്മൾ പറയില്ലേ ബ്രെയിനെയാണോ ഫോളോ ചെയ്യുന്നത് മനസ്സിനെയാണോ ഫോളോ ചെയ്യുന്നത്? രണ്ടും രണ്ടാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്
ഇത് ലാഭം. മറ്റേത് ഇഷ്ടങ്ങളാണ്. ഇഷ്ടങ്ങള് നാച്ചുറലി ഉണ്ടാവണമെന്ന്. ഈ പറയുന്ന അവയവമല്ല മനസ്സ്. മനസ്സെവിടെ ഇല്ലല്ലോ, കീറി മുറിച്ച് നോക്കി കാണാൻ പറ്റില്ലല്ലോ. ഹാർട്ട് ഉണ്ടാവാം, പക്ഷെ നമ്മൾ ഈ ഓർമ്മകളും കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ എവിടെ സ്റ്റോർ ചെയ്യപ്പെടും. മറ്റേ ബ്രെയിനിൽ എന്ന് പറയുന്നത് നമുക്ക് ബ്രെയിൻ കാണാം, അത് കാൽക്കുലേറ്റ് ചെയ്യും, ടൈമും കണക്കൊക്കെ വെച്ചിട്ട് നടക്കുന്ന സാധനം അതുണ്ടാവും. പക്ഷെ ഈ മനസ്സ് എവിടെ പോയി? ഒരു സാധനം ഒരാള് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു അവയവം ഉണ്ടല്ലോ, അതെവിടെയാ? അപ്പൊ അങ്ങനെ ഒരു അവയവം ഉണ്ടല്ലോ, ആത്മാവുണ്ടോന്നല്ല നിങ്ങൾ ചോദിച്ചത്. അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കണം? ആത്മാവുണ്ടോ ചോദിക്കുക, മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? മെറിന പറഞ്ഞത് ശരിയാ. നമുക്ക് ഷൈൻ ചേട്ടൻ സംസാരിക്കുമ്പോഴത്തേക്ക് കുറെ ഫാക്ട്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് കുറെ കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആവും അല്ലേ? അതെ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. പിന്നെ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യം, ഇപ്പം ഷൈൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ആത്മാവ് വിട്ട് പോവാന്നൊക്കെ പറഞ്ഞ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ അറിയാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഷൈൻ പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഫാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരാൾ പറയണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതല്ല വിശ്വസിക്കേണ്ടത്. അതിൽ നിന്ന് ചിന്തിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വഴി കണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ മാസ്റ്റർ നിങ്ങൾ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ? അല്ലാതെ ക്രിസ്തു പറഞ്ഞതിനനുസരിച്ച് അല്ല, അതിൽ നിന്ന് നമ്മൾ നമ്മുടെ രീതി കണ്ടെത്തണം. ഗാന്ധിജി പറഞ്ഞതിൽ നിന്ന് നമ്മുടെ രീതി കണ്ടെത്തണം. നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ വഴിയാണ്. നിങ്ങളുടെ വഴി വ്യത്യസ്തമായിരിക്കും. പുള്ളി കോഴിക്കോട് നിന്നാണ് വരുന്നത്, പുള്ളിക്കാരി, ഞാൻ അവിടെ നിന്നല്ല വരുന്നത്. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഒരേ സാധനം തന്നെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അതെ. അടുത്ത് ചോദിക്കട്ടെ, 2023 എടുത്ത ഏറ്റവും മോശം തീരുമാനം? ഇത് ചോദിക്കാന്നുള്ളതായിരുന്നു. മോശം തീരുമാനം ഉണ്ടോ? എന്തായാലും ഷൈൻ ചേട്ടന് കാണത്തില്ലല്ലോ. മോശം തീരുമാനങ്ങളില്ല. ഇല്ല, നല്ല തീരുമാനങ്ങളില്ലല്ലോ. അതെ, ഒന്നുമില്ല. 2023 കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നു? 2024. 23 കിട്ടിയത്. 23 കിട്ടിയതാണ് 24. അല്ല, 23 നിൽക്കാത്ത ഒരാൾക്ക് 24 കിട്ടുമോ? അല്ല, അങ്ങനെയല്ല മെറിന. ഈ സിനിമ യെസ് ഷൈൻ ചേട്ടാ, സീരിയസ് ആയിട്ട് 24 23 ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ 24 കിട്ടുക? അയ്യോ, നമ്മുടെ സ്ഥലത്ത് നിൽക്കുമ്പോഴല്ലേ ഗിഫ്റ്റ് കിട്ടുക. അതന്നെയാ 24. ഓക്കെ. അടുത്തത് 2023 ഏറ്റവും വലിയ നഷ്ടം? 2022. അയ്യോ, ഞാൻ പോവാ. അല്ലേ, നഷ്ടപ്പെട്ട് 22 അല്ലേ? ആലോചിച്ച് നോക്ക്. 23 നിൽക്കുന്നു, കിട്ടുന്ന 24. മെറിന 2023 ഏറ്റവും വലിയ നഷ്ടോ? എന്താ പറയുന്നു? ഭൂതം, വർത്തമാനം, ഭാവി, അങ്ങനെയല്ലേ? നമ്മൾ 24 ആണെങ്കിൽ നഷ്ടപ്പെട്ടത് 23 അല്ലേ? കിട്ടാൻ പോകുന്നത് 25. 2023 നഷ്ടം 22. മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഷൈൻ ആയിരിക്കും. അതെ. എല്ലാവർക്കും എന്തായാലും കിട്ടില്ലല്ലോ. ആർക്കെങ്കിലും കിട്ടുന്ന പ്രതീക്ഷിക്കുമല്ലോ ആൾക്കാർ. ആർക്കെങ്കിലും കിട്ടിയല്ലോ. അതെ, കിട്ടി. അത് ഷൈൻ ചേട്ടൻ നമ്മുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് ലവ് എന്ന് ചോദിച്ചപ്പോ എല്ലാവർക്കും കൊടുക്കുന്നത് സ്നേഹം, ഒരൊറ്റ ഒരാളോട് മാത്രം തോന്നുന്നത് പ്രണയം. ഷൈൻ ചേട്ടൻ പറഞ്ഞതാ. ഷൈൻ ചേട്ടൻ പറഞ്ഞതാണ്. അത് പ്രണയവും ലവും വ്യത്യാസമാണെന്ന് ഞാൻ പറഞ്ഞത്. അതെ. സ്നേഹമല്ല പ്രണയം. പ്രണയം ഭയങ്കര സെൽഫിഷാണ്. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്തൊരു സെൽഫിഷാന്നറിയോ? ആ പ്രണയിക്കുന്ന ആളെ പോലും നമ്മള് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിലായിരിക്കും അത്. മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ പല റിലേഷൻഷിപ്പ് ഇത്രയും ടോക്സിസിറ്റീസിലെ പിള്ളേരായി മാറുന്നത്. ശ്വാസം മുട്ടുന്നുണ്ടോ? ശ്വാസം മുട്ടും. അപ്പോഴാണല്ലോ നമുക്കറിയാം. ഇത്രയും ലേറ്റ് ആയത് എന്താ? ലേറ്റ് ആയത് ഈ ഒരു പ്രണയം കണ്ടുപിടിക്കാനായിട്ട്. പ്രണയം മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഞാൻ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആണുങ്ങള് ലോലന്മാരാണല്ലോ. അതെ, അവർക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ ഒരു പരിധി ഉണ്ടല്ലോ. പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാം. പക്ഷെ ഷൈൻ ചേട്ടന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ചേഞ്ചസ് വന്നു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത്. ഇല്ല, മുന്നത്തേക്കാളും അല്ലേ? അല്ല, പക്ഷേ ആദ്യത്തെക്കാളും ചേഞ്ച് വന്നിരുന്നു എന്നല്ലേ പറഞ്ഞത്? അല്ല, ഷൈൻ ചേട്ടൻ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നതാണല്ലോ ഭൂമി. അല്ല, ഷൈൻ ചേട്ടൻ എൻഗേജ്ഡ് ആയതിനു ശേഷം ഒരു ന്യൂ മാൻ ദിനോസറുകളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ പറയണത്? എന്താ എൻഗേജ്ഡ് ആയതിനു ശേഷം ഒരു പുതിയ ആളെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മെറിനയ്ക്ക് തോന്നില്ലേ? എനിക്കിപ്പോ ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴാണ് ഇന്ന് കണ്ടത് കുറെ കാലത്തിന് ശേഷം. എനിക്ക് വലിയ മാറ്റം തോന്നുന്നില്ല. എന്തായാലും എനിക്കെന്തോ ഒരു മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയോ ഒരു പ്രസരിപ്പ്. ആ പ്രസരിപ്പ് എന്താന്നറിയില്ല. നിങ്ങൾക്ക് തോന്നുന്നതല്ലേ അതൊക്കെ? മൊത്തത്തിൽ ആള് ഹാപ്പിയാണ്. മുന്നേ ഹാപ്പി ആയിരുന്നു, എന്നാലും ഇപ്പൊ കുറച്ചുകൂടെ ഹാപ്പിയാണ്.
അപ്പൊ നിങ്ങൾ ഹാപ്പി വളർന്നോണ്ടിരിക്കുകയാണ്. ഹാപ്പിനെസ് അളക്ക് ഹാപ്പിനെസ് ഹാപ്പിനെസ് എങ്ങനെയാ അളക്കുക? മാറ്റുണ്ടെന്ന് സ്വയം തോന്നുന്നുണ്ടോ? അതെ. ഇല്ലല്ലോ. ഇല്ല. മാറ്റാൻ നോക്കുന്നതാണല്ലോ ഒരാളും കൂടി വരുമ്പോ ഉണ്ടാവുന്നതല്ലേ ജീവിതത്തിലെ മെയിൻ കാര്യം. എന്താണ് മറ്റേത് ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കല്ലേ. ഒരാളും രണ്ടാളായിട്ട് നടക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? അടുത്ത ആളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കറക്റ്റ് ചെയ്യണത് എപ്പോഴും വേറൊരാളായിരിക്കുമല്ലോ. അപ്പോഴാണല്ലോ നമ്മൾ ചേഞ്ചസ് ഉണ്ടാവുക. ഒറ്റയ്ക്ക് നടക്കുന്ന ആളിൽ ചേഞ്ചസ് ഉണ്ടാവൂല, അത് കാണാനും പറ്റില്ല. അതെ. ഓക്കെ, അടുത്ത ചോദിക്കട്ടെ. ലാസ്റ്റ് ആണ് ഈ സെഗ്മെന്റിലെ. 2024 ന്യൂ ഇയർ റെസൊല്യൂഷൻ. 2023 ചെയ്തില്ല. ഇതെല്ലാം ഇങ്ങനെ തന്നെയാ. ഇനി ഇയർ പറയാം. റെസൊല്യൂഷൻ പറ. നിങ്ങളെന്തിനാ 2024 ഇയർ വെച്ച് ചോദിക്കണപ്പോ? ഞാൻ എവറിത്തിങ് അബൌട്ട് 2023 എന്നായിരുന്നു. റെസൊല്യൂഷൻ എന്തെങ്കിലും ഒരു പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടോ? ഫിനാൻഷ്യലി സെറ്റിൽ ആവുക. അത് റെസൊല്യൂഷൻ അല്ലല്ലോ. അതാണ് എന്നെ സംബന്ധിച്ച്. അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുത്താൻ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അംബാനിക്ക് പോലും തോന്നുന്നില്ല. അതെനിക്ക് അയാൾക്ക് അങ്ങനെ പറയാം. കാശുള്ളവർക്ക് എന്തും പറയാം. ഇല്ല, ഞാൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു രൂപ ഉണ്ടെങ്കിൽ 1 രൂപയ്ക്കുള്ള ചെലവ്, നമ്മുടെ 1 രൂപയ്ക്ക് അധികമുള്ള ചെലവ് വരും. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ 1 കോടി ഉണ്ടെങ്കിലും അതിനുള്ള ചെലവ് വരും. അത് വരും. ഇപ്പൊ ഈ കോടികൾ വാങ്ങുന്ന ആൾക്കാർ ഒന്നുമില്ലാത്ത ആളുടെ കയ്യിൽ അത്രയും ചെലവ് ഉണ്ടാവില്ല. അല്ല, പക്ഷെ എന്റെ റെസൊല്യൂഷൻ കാശ് ഇപ്പൊ ഒരുപാടുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ചെലവ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെലവേ വരുള്ളൂ. അതുകൊണ്ടാണല്ലോ എല്ലാവരും ലോൺ എടുക്കാൻ പോകുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കാശ് വേണ്ട സർവൈവ് ചെയ്യാനും കാശ്. ചായ കുടിക്കണമെങ്കിൽ 10 രൂപ തന്നെ വേണ്ടേ? 5 രൂപ കൊടുത്ത ആൾക്കാർ തരില്ലല്ലോ. ചായ കുടിക്കാൻ കാശ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുകയില്ല. കാശുള്ളപ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു നടക്കും. ചായ കുടിക്കണം, ഇന്നിപ്പോ മറ്റൊരു സ്ഥലത്ത് പോകണം, അവിടെ പോയി സിനിമ കാണാം, എന്നിട്ട് അവിടെ രാത്രി ഫുഡ് കഴിക്കാൻ പോകണം അല്ലേ? അപ്പൊ അതായില്ലേ. അതില്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും ആലോചിക്കില്ല. ഷൈൻചേട്ടൻ അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ എല്ലാ ദിവസവും പോലെ തന്നെ അങ്ങനെ റെസൊല്യൂഷൻസ് ഒന്നും ഇല്ല. എന്തെങ്കിലും തുടങ്ങാണ്ടെങ്കിൽ തുടങ്ങാൻ, നിർത്താണ്ടെങ്കിൽ നിർത്താം. അന്ന് മാത്രം നന്നായിട്ട് അങ്ങോട്ട് പോകണം. പിറ്റേ ദിവസം മുതൽ പഴയ പോലെ. അപ്പോൾ എന്താ ഈ നമ്മളിപ്പോൾ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ തന്നെ ഇതിന് മുമ്പ് കൗമുദിയുടെ തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് നമ്മുടെ മഹാറാണിയുടെ ഡയറക്ടർ ഇല്ലേ, ജി മാർത്താണ്ഡൻ സാർ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ മഹാറാണിയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇതേപോലെ ആളുടെ സിസ്റ്ററിന് ക്യാൻസർ ആയി. അപ്പോൾ ആ ടൈമിൽ ഷൈൻ ചേട്ടൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു ക്യാഷിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ലൈക്ക് അങ്ങനെയൊക്കെ. ഈ പുറമെ ഇങ്ങനെയൊക്കെ ബഹളം വെച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന ആളാണെങ്കിൽ പോലും ഉള്ളിനുള്ളിൽ അത്രയ്ക്കും ലൈക്ക് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ ഷൈൻ ചേട്ടൻ? അല്ലല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ആളല്ല. സോഫ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ചോദിക്കില്ലല്ലോ. അങ്ങനെയൊന്നുമില്ലേ? അല്ല, പുള്ളി അത് കണ്ണൊക്കെ നിറഞ്ഞ സംസാരിച്ചത്. വയ്യാതെ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പണത്തിന്റെ ചെലവല്ലേ ഒരു ആവശ്യം. അല്ലാതെ കുറച്ച് ഓറഞ്ച് കൊടുക്കുന്ന മാത്രം കാര്യമുണ്ടോ? അല്ല, ഓറഞ്ച് കൊടുക്കണോണ്ടല്ല പറഞ്ഞു, ഞാനൊരു കിലോ ഓറഞ്ച് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓറഞ്ചിന്റെ ആവശ്യം വല്ലതും ഉണ്ടോന്നല്ലല്ലോ ചോദിക്കണം. അപ്പൊ നമ്മളവിടെ എന്താണ്, പുള്ളി അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങി കൊണ്ടുപോകുന്നതാണല്ലോ ഓറഞ്ച്. ഓറഞ്ചിനല്ലല്ലോ പ്രാധാന്യം. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിക്കുന്ന ഒരു കടമയല്ല, അതാണല്ലോ അപ്പൊ അവിടെ ആവശ്യം വരും ഒരാൾക്ക്. നമുക്കറിയാലോ എന്താണ് നമ്മളിപ്പോ മറീന പറഞ്ഞ എന്താ ബുദ്ധിമുട്ട്, ക്യാഷിനുള്ള ബുദ്ധിമുട്ടല്ലേ, ചെലവ് വരുമ്പോ. അപ്പൊ നമ്മൾ അതാണല്ലോ അവിടെ ചോദിക്കേണ്ടത്. അതിപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടോന്നല്ല. ചിലപ്പോ അവർക്ക് റിലീഫായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ക്യാഷ് ഇപ്പോൾ ആവശ്യത്തിനാണ്. ആവശ്യമില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് ഈ ഭൂമി വിട്ട് ആത്മാവ് മാത്രമാണ് സമയത്ത് ബാങ്കിൽ കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമിട്ടാ. എനിക്ക് സൈക്കിൾ വാങ്ങണം അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങണം എന്ന് ആത്മാവ് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് ബോഡി ആയിട്ടിരിക്കുമ്പോ ഇവിടെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ സമ്പത്തിരുന്നോണ്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ വേസ്റ്റ് ആയില്ലേ. അപ്പൊ വീട്ടുകാർക്ക് LIC കിട്ടും, ഇൻഷുറൻസ് എടുത്തുകൊണ്ട് കാര്യമില്ല.